നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പോകുന്നത് ഉമാമഹേശ്വരി ഒരു ക്ഷേത്രത്തിലേക്കാണ്. ഇത് നമ്മുടെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. കൊടുമ്പാല, അതായത് കിഴക്കഞ്ചേരിക്ക് അടുത്താണ്. ഈ അമ്പലം അത്ര ഫേമസ് ആയിട്ടില്ല. കുറച്ച് പേർക്ക് അറിയായിരിക്കാം, നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേർക്ക് അറിയായിരിക്കും, എന്നാലും കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു ഈ അമ്പലത്തിൻ്റെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള വഴികളും പിന്നെ അതിനെക്കുറിച്ചുള്ളൊരു വിവരണവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. നമ്മൾ അമ്പലത്തിലെത്തി. ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പടിപ്പുര. ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. ഇത് വരുന്നത് കിഴക്കഞ്ചേരി റൂട്ടിലാണ് കേട്ടോ. നമ്മൾ കിഴക്കഞ്ചേരി പാലക്കുഴി റൂട്ടിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇത് വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ഉണ്ട് ഈ അമ്പലത്തിലേക്കുള്ള വഴി. ഇതിൻ്റെ പടവുകളൊക്കെ കടന്നിട്ട് വേണം നമ്മൾ അവിടേക്ക് എത്താനായിട്ട്. ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യും ഈ അമ്പലം, പക്ഷേ നല്ല ആംബിയൻസ് ആണ്. ഇവിടെ ശിവപാർവതി പ്രതിഷ്ഠയാണ്. ഫ്രണ്ടിൽ ശിവനും ബാക്കിൽ പാർവതിയും. അമ്പലത്തിൽ ഒരു അച്ഛനും 2 മക്കളും കൂടെ ചേർന്നിട്ടുള്ളൊരു പാട്ടുകൾ പാടുന്നതാണ്. അവർ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, കാരണം ഉള്ളിൽ പൂജ നടക്കുന്നുണ്ടേ. അപ്പോൾ പൂജ അഭിഷേകവും ഇതെല്ലാം കഴിഞ്ഞ് പ്രസാദത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. അപ്പോൾ നമുക്കും കിട്ടിയ പ്രസാദം, നമ്മൾ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ചെയ്തു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ദർശനവും കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. ഈ അമ്പലത്തിൽ ദിവസവും പൂജയില്ല കേട്ടോ. ഇത് എല്ലാ മാസവും 1-ാം തീയതിയും പിന്നെ 20-ാം തീയതി, മലയാള മാസം 1-ാം തീയതിയും 20-ാം തീയതിയും ആയിട്ടാണ് ഇത് പൂജ വരുന്നത്. പിന്നെ സ്പെഷ്യൽ ദിവസങ്ങൾ, അതായത് ശിവരാത്രി, ഓണം, അങ്ങനെയുള്ള സ്പെഷ്യൽ ദിവസങ്ങളുണ്ടല്ലോ, നമ്മുടെ വിശേഷ ദിവസങ്ങൾ. ആ സമയത്തെല്ലാം ഇവിടെ പൂജയുണ്ടാകും. ഇവിടെ വിശേഷാൽ പൂജ ഉമാമഹേശ്വരി പൂജയാണ്. അത് നമുക്ക് ചീട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 1 മാസത്തേക്കോ എങ്ങനെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നുണ്ടത്. തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരാം.
താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.